എല്ലാവരും അങ്ങനെ. ഇന്നലെ നമ്മുടെ അശ്വരിയിൽ നമ്മുടെ സുരുവൽ സ്ഥാപനത്തിൽ സഹീഹുൽ ബുഖാരി ദർസ് നടത്താൻ വേണ്ടിയിട്ട് ഓലമുണ്ട് സ്ഥാപിക്കും. ഒരാഴ്ചയിൽ 3 പ്രാവശ്യം മൂപ്പര് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് വരും. ഇന്നലെ വന്നിട്ട് ഞങ്ങളുടെ റൂമിൽ കയറിയ ഉടനെ ഞങ്ങളുടെ ബുൾമാർ ഉസ്താദ് കുറേ ആളുണ്ടായി. അവിടെ ഒരു തോക്കെ ഉസ്താദ്, അതുപോലെ ഇവിടുത്തെ DK ഉമർ സഖാഫി, അതുപോലെ ഉസ്മാൻ സാഹിബ്, അങ്ങനെ ഒരു ജമിയത്തുൽ ഉലമയുടെ ഒരു ക്യാമ്പുമായി അശ്വരിയിൽ നടക്കുന്ന ഒരു ക്യാമ്പുമായി ബന്ധപ്പെട്ട ഒരു മജ്‌ലിസിൽ ഉസ്താദ് ക്ലാസ് എടുക്കാൻ റൂമിൽ വന്നപ്പോൾ ഉസ്താദ് പറഞ്ഞു ആദമാജി മരിച്ചുപോയി. ഓലമുണ്ട് ഉസ്താദ് അവരെല്ലാം പറഞ്ഞെങ്കിൽ അതാണ് ഇതാക്കാൻ നമ്മൾ പറയുന്ന പോലെ ആദമാജി അത് മരിച്ചുപോയി. നല്ല മനുഷ്യൻ, അയാളുടെ മയ്യത്ത് ഞാൻ നോക്കി, നല്ല റാഹത്തിന്റെ മുഖം. ഇങ്ങനെ ഓലമുണ്ട് ഉസ്താദിനെ പോലത്തെ ഓരോരോ മഹാന്മാരും പറഞ്ഞാൽ അള്ളാഹു അവർക്ക് മഗ്ഫിറത്ത് കൊടുക്കും. അള്ളാഹു ധാരാളം മഗ്ഫിറത്ത് നൽകട്ടെ. കുടുംബക്കാരോടും എല്ലാവരോടും പറയുന്നത് ആദമാജിയാർ മരിച്ചു, അവര് ഖബറിലുണ്ട്. കഴിഞ്ഞത്ര ആദമാജിയാർക്ക് എന്തെല്ലാം കൊടുക്കാൻ കഴിയുന്നു. മക്കളുണ്ട്, മോനെ നമ്മളെ ദുബൈയിൽ നമ്മളെ മുഹമ്മദ് കുഞ്ഞി സ്ഥാപനമായി ബന്ധമുള്ള ആളാണ്. ഞങ്ങളെ മരുമോന് റസാഖ് ദുബൈയിലുള്ള ആളാണ്, പുതിയാപ്പള. എല്ലാ ആനിമീങ്ങളും മഹാന്മാരും പോയാൽ ദുബൈയിൽ ആദ്യം സ്വീകരിക്കാനുണ്ട്. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് അശ്വരിയുടെ വിഷയത്തിൽ കൂറത്ത തങ്ങളുടെ കൂടെ ഞാൻ ദുബൈയിൽ പോയി. കൂറത്ത തങ്ങൾക്ക് അശ്വരിക്ക് വേണ്ടി വന്നിരുന്നു. കൂറത്തങ്ങളുടെ കൂടെ ഒരാഴ്ച, റസാഖിനെ ഓർമ്മ ഉണ്ടോന്നറിയില്ല. അന്ന് റസാഖിന്റെ കൊലയിലാണ് കൂറത്ത തങ്ങൾക്ക് ഞങ്ങൾക്ക് എന്റെ ഭക്ഷണം ഉണ്ടായത്. പിന്നെ ഓലമുണ്ട് ഉസ്താദ് ഞാനൊരിക്കൽ പോയി, അതിന്റെ കുറെ വർഷങ്ങൾക്ക് ശേഷം ദുബായി. അപ്പം ഞങ്ങൾക്ക് ഭക്ഷണം തരാൻ റസാഖുണ്ടായി. അങ്ങനെ നല്ല ആലിമീങ്ങളിൽ സ്വാലിഹീങ്ങളെല്ലാം മഹബത്ത് വെക്കുന്ന മക്കളും മരുമക്കളെല്ലാം ഉണ്ടാക്കാൻ ആദമാജിയാർക്ക് കഴിഞ്ഞെങ്കിൽ അതാണ് സ്വർഗത്തിന്റെ ഒരു സ്വത്താണ്. അള്ളാഹു അദ്ദേഹത്തിന് സ്വർഗം നൽകട്ടെ. ഇവിടെ ഒരുപാട് ഖത്മുകൾ ഓതി, യാസീൻ ഓതി, സൂറത്തുൽ മുൽക്കൽ ഓതി എന്ന് പറഞ്ഞു. മരിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ 40 സുൽവൽ ഉസ്താദിന്റെ പണ്ട് വയത് പറയുന്നുണ്ട്, 40 ദിവസം വരെ മയ്യത്തിന്റെ പേരിൽ തബാറക്ക സൂറത്ത് ഓതാം. മരണപ്പെട്ട അന്ന് മുതൽ 40 വരെ ഖബറിന്റെ ഇടുക്കത്തരത്തിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ തബാറക്ക സൂറത്ത്. തബാറക്ക സൂറത്തിന്റെ പേരെന്നെ സൂറത്തുൽ മുൽക്ക് എന്നാണ്. മുൽക്ക് എന്നുള്ളത് 114 സൂറത്തിന്റെ രാജാവാണ് തബാറക്ക സൂറത്ത്. രാജാവായിട്ട് മയ്യത്തിന്റെ ആ ഖബറിലുള്ള മയ്യത്തിന്റെ അടുക്കലേക്ക് സൂറത്ത് തബാറക്ക വരും. ഒരു രാജാവ് ഓർഡർ ഇട്ടാൽ, ഇവിടെ മോദി ഓർഡർ ഇട്ടാൽ എല്ലാവരും അംഗീകരിക്കണം, ഇവിടെ സിദ്ധരാമയ്യ ഓർഡർ ഇട്ടാൽ എല്ലാവരും അംഗീകരിക്കണം. ഭരണാധികാരികൾ എന്ത് പറഞ്ഞാലും അത് അംഗീകാരം ഉണ്ടാവും. അതുപോലെ ഖുർആനിന്റെ രാജാവാകുന്ന സൂറത്തു തബാറക്ക ഖബറിൽ വന്നിട്ട് ഓർഡർ ഇട്ടാൽ മുങ്കർ നക്കീർ അലൈഹിസ്സലാം അത് അംഗീകരിക്കും. ഖബറിൽ ഏൽപ്പിക്കപ്പെട്ട മലക്ക് അംഗീകരിക്കും. 40 ദിവസം മക്കളോട് കുടുംബങ്ങളോടെല്ലാം പറയുന്നത്, ബാപ്പന്റെ പേരിൽ കാക്കന്റെ പേരിൽ നിങ്ങളെ കുടുംബത്തിന്റെ ആരാണ് മാതമാണ് 40 ദിവസം തബാറക്ക സൂറത്ത് ഓതിക്കൊണ്ടേയിരിക്കും. അവസാനമായി ഒന്നുകൂടി ഞാൻ പറയാം, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇപ്പത്ര 1,20,000 ചുവടെ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് ഖബറിൽ ഏറ്റവും ഉപകാരമുള്ളതാണ്. ഒറ്റൊരു വാക്ക് ഞാൻ പറയുന്നു. അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു, നമ്മുടെ ഹദ്ദാദ് റാത്തീബിൽ ചെല്ലുന്ന അബ്ദുല്ലാഹിൽ ഹദ്ദാദ് വലിയ മഹാനാണ്.